നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 63. ഓം ഗം ഗണപതയേ നമഃ. ഓം ശം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 63. ഒന്നാമത്തെ സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് 15-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയണം. അതിൽ 15-ാമത്തെ ശ്ലോകം പറയണോ, യൽ പാദസംശ്രയാസോദ മുനയ പ്രശമായന സദ്യ പുനന്ദ്യപസ്പൃഷ്ട സ്വാർധുർണ്യാഭോ അനുസേവയാ. യൽ പാദസംശ്രയാസൂതമുനയ പ്രശമായന സദ്യ പുനന്ദ്യപസ്പൃഷ്ട സ്വധുന്യാഭോ അനുസേവയാം. ഇതാണ് ശ്ലോകം. അതിനർത്ഥം പറയാം, ഹേ സൂത, യാതൊരുവൻ്റെ പാദം ആശ്രയമായിട്ടുള്ളവരും പ്രകർഷേണ ശമത്തെ മാർഗമായി സ്വീകരിച്ചവരുമായ മുനിമാർ ഉടനെ ശുദ്ധി വരുത്തുന്നു. സ്വർധുനിയുടെ ജലങ്ങൾ ഉപസ്പർശിക്കപ്പെട്ടിട്ട്, ഗംഗയിലത്തെ വെള്ളം ഉപസ്പർശിക്കപ്പെട്ടിട്ട് ക്രമത്തിലുള്ള സേവ കൊണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ക്രമത്തിൽ യഥാവധി ഉള്ള സേവ കൊണ്ട്, എങ്ങനെയെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനല്ല, യഥാവധി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ക്രമത്തിലുള്ള സേവ കൊണ്ട്, ആ ക്രമം എന്നുള്ളത് വിടാൻ പാടില്ല. ശുദ്ധി വരുത്തുന്നു. ഇപ്പോൾ സ്വർണം ശുദ്ധി വരുത്തുക എങ്ങനെയാണ്? സ്വർണം ഉമിയിൽ തീ കത്തിച്ച് വെച്ച് അതിൽ വെച്ച് ഊതി ഉമി കത്തുമ്പോൾ സ്വർണവും കത്തും. അതായത് ഈ ഊത്തിൻ്റെ രീതി, ഗരിമയിൽ. അപ്പോൾ ഊത്ത് നിർത്തിയാലോ അതവിടെ നിന്നു അല്ലേ? അപ്പോൾ അതാണ് യഥാവിധി, ക്രമത്തിലുള്ള സേവ. ഈശ്വരനെ സേവിക്കുക, അച്ഛനമ്മമാരെ സേവിക്കുക, ആശ്രയം വേണ്ടവർക്ക് ആശ്രയം കൊടുക്കുക. ആശ്രയം വേണ്ടവരെ കണ്ടില്ല എന്ന് നടിച്ചാൽ പാപമായി. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭാവാർത്ഥം പറയാം. സജ്ജനങ്ങളോടുള്ള ചേർച്ച ഗംഗാസ്നാനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കാണിക്കുന്നു. ഇപ്പം എന്താ മനസ്സിലായത്? കാശില്ലേ, ഗംഗയിലേക്ക് അല്ല, കാശിയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. സജ്ജനങ്ങളായിട്ട് സംസർഗം ഉണ്ടായാൽ മതി. അതിൽ പ്രഥമഗണനീയം അമ്മയാണ്. സജ്ജനം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭാവി നന്നാവണം എന്ന് വിചാരിക്കുന്നത് അവരവരുടെ അമ്മയാണ്, അവരവരുടെ അച്ഛനാണ്. അവരെന്ത് ചെയ്യണു, എങ്ങനെ ചെയ്യണു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരെ ദേവതാസങ്കല്പത്തിൽ ഉയർത്തേണ്ട കടപ്പാട് മക്കളുടെയാണ്. അതിപ്പോൾ പുരുഷനെന്നോ അല്ല മകനെന്നോ സ്ത്രീയെന്നോ എന്നുള്ള വ്യത്യാസമില്ല. ഇപ്പോൾ ചില സ്ഥലത്തുണ്ട് ഒരു കൺവെൻഷൻ ഇവരുണ്ടാക്കും. പെണ്ണുങ്ങൾ ആൺമക്കളാണ് അമ്മയെ നോക്കേണ്ടത്. എന്നാൽ അമ്മ മരിച്ച അമ്മയുടെ ആഭരണങ്ങൾ എടുക്കാൻ അവർക്ക് യാതൊരു നാണക്കേടുമില്ല. അങ്ങനെയാണ്. അത് ആണുങ്ങൾക്ക് ഷെയർ ചെയ്യില്ല. അതിനാണ് ദുര്യോഗം എന്ന് പറയും, ദുര്യോഗം. അതേമാതിരി ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നിട്ടുള്ള സമ്പത്ത് അച്ഛനമ്മമാർക്ക് വേണ്ടത്ര സേവ ചെയ്യാത്തത് വെറും മണ്ണിൻ്റെ ഫലമാണ്. എന്താ വെറും മണ്ണ് എന്ന് പറയാൻ കാരണം? മണ്ണ് വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേമാതിരി തന്നെ സമ്പത്തും. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയണു, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച
ശാന്തന്മാരായ മുനിമാരോട് ചേരുന്നവരുടെ അന്ധക്കരണം. അപ്പോൾ ഇവിടെ സജ്ജനങ്ങൾ എന്നുള്ളതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് നിങ്ങൾ എത്ര ആൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. നല്ല വേഷഭൂഷണങ്ങളെ കൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നവരല്ല സജ്ജനങ്ങൾ. പിന്നെ എന്താ, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച് ശാന്തന്മാരായിട്ടുണ്ടോ? യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമ. ശാന്തത അനുഭവിക്കുന്ന ആൾക്കാരെ വല്ലവരും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോയി, എവിടെ, അയാൾ ഇന്നലെ വന്നിട്ട് ഇനിയും അയാളുടെ ഹാങ് ഓവർ മാറിയില്ല, കുടിച്ച് കൂത്താടി കിടക്കുക. അങ്ങനത്തെ ഒരാൾ സജ്ജനത്തിൽ പെടില്ല. അത് അയാൾ എത്ര ചെറിയ ലെവലിലുള്ള ആളാണെങ്കിലും ശരി, വലിയ ലെവലിലുള്ള ആളാണെങ്കിലും ശരി, സമ്പത്തിൽ. അപ്പോൾ ഇതാണ് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച് ശാന്തന്മാരായ മുനിമാരോട് ചേരുന്നവരുടെ, അതായത് മൗനം മൗനിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടതിനും കേട്ടതിനും ചോദിക്കാണ്ട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന പ്രമാണം. അപ്പോൾ അവർ മുണ്ടാതെ ഇരിക്കും. അതുകൊണ്ട് അവരോട് നമ്മൾ മിണ്ടാണ്ടിരിക്കണം എന്നില്ല. അപ്പോൾ അവരുടെ അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, തേജസ് ഇല്ലേ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പോൾ അന്ധക്കരണം ക്ഷണത്തിൽ ശുദ്ധമായി ഭവിക്കുന്നു. നമ്മുടെ അന്ധക്കരണം ശുദ്ധി വരണമെങ്കിൽ എന്ത് വേണം? സജ്ജനങ്ങളായുള്ള സംസർഗം വേണം. ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകുന്ന ഗംഗാജലമാകട്ടെ അധികകാല സേവ കൊണ്ട് പരിശുദ്ധിയെ നൽകുന്നു. അതായത് ഗംഗാജലത്തിന് മേന്മയില്ല എന്ന് പറഞ്ഞില്ല, ഗംഗാജലത്തിന് മേന്മയുണ്ട്. ആ ഗംഗാജലത്തിൽ പോയി കുളിക്കുന്നതിനേക്കാൾ മേന്മയാണ് അവരവരുടെ നാട്ടിലുള്ള സജ്ജനങ്ങളെ കണ്ടുപിടിച്ച് അവരോട് സംസർഗം പുലർത്തുക, ഭാഗവതം ഡിസ്കസ് ചെയ്യുക, രാമായണം ഡിസ്കസ് ചെയ്യുക. അവിടെ നാരായണീയം പറഞ്ഞില്ല. എന്താ കാരണം? നാരായണീയം ഒരു 500 വർഷം, 450 മീതെ 500 വർഷത്തിൽ താഴെ. അപ്പോൾ ഞാൻ നാരായണത്തിന് എതിരല്ല, പക്ഷേ പുരാണമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം പുരാണം വ്യാസനിർമ്മിതമാണ്. കൃഷ്ണദ്വൈപായനൻ എന്ന ഋഷി എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ ഒന്നും ഋഷികളാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ. അത് കഴിഞ്ഞ് 16ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. കോവാ ഭഗവൽസ്തസ്യ പുണ്യശ്ലോകേഢ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് അദൃശ്യ കലിമലാപകം. അവിടെ 2ാമത്തെ വാചകത്തിൽ എങ്ങനെ വായിച്ചതെന്ന് ശ്രദ്ധിക്കാം ഗ്രന്ഥമുള്ളവരെ. കോ വാ ഭഗവസ്തസ്യ പുണ്യശ്ലോകേഢ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് അദൃശ്യ കലിമലാപകം. അപ്പോൾ പുണ്യശ്ലോകന്മാരാൽ ശോസ്ത്രം ചെയ്യപ്പെടുവാൻ യോഗ്യങ്ങളായ കർമ്മങ്ങളോടുകൂടിയ, ശ്രദ്ധിക്കണം, പുണ്യശ്ലോകന്മാർ, പുണ്യം ചെയ്തിട്ടുള്ളവർ, അത്യുത്തമന്മാർ ശോസ്ത്രം ചെയ്യപ്പെടുവാൻ യോഗ്യങ്ങളായ കർമ്മങ്ങളോടുകൂടിയ. അപ്പോൾ പുണ്യശ്ലോകന്മാരെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അവരെ യോഗ്യങ്ങളായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താ യോഗ്യങ്ങളായ കർമ്മങ്ങൾ? അച്ഛനമ്മമാരെ വൃദ്ധാലയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടൊരാൾ സപ്താഹം നടത്തിയിട്ടോ അമ്പല കമ്മിറ്റിയിൽ വന്നിട്ടോ യാതൊരു കാര്യമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ യോഗ്യങ്ങളായ കർമ്മങ്ങൾ, കടമകളും കടപ്പാടുകളിൽ നിന്ന് പിന്തിരിയാത്ത യാതൊരുവനുണ്ടോ അവന് നമ്മൾക്ക് പുണ്യശ്ലോകം എന്ന് പറയാം. ധനസമ്പാദനത്തിലല്ല. അപ്പോൾ യോഗ്യങ്ങളായ കർമ്മങ്ങളോട് കൂടിയ ഭഗവാനായ അവൻ്റെ കലിമലത്തെ നശിപ്പിക്കുന്നതായ, കലിമലം എന്താ അങ്ങനെ പറയാൻ? കലികാലത്തുള്ള ദൂഷ്യങ്ങളേനൊക്കെ മലം എന്നാണ് പറയുക, ചളിയാന്നാണ് പറയുക. കലിമലം നശിപ്പിക്കുന്നതായ യശസ്സിനെ, യശസ് എന്ന് പറഞ്ഞാൽ ശ്രേയസ്, അത് വ്യക്തിഗതമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് അല്ല. പിന്നെ എങ്ങനെ? വ്യക്തിഗതമായിട്ട് സമൂഹത്തിനെ
ഉദ്ധരിക്കാൻ ഉപയോഗിക്കുന്നത്. അതാണ് ശ്രേയസ്. ഒരാളെ അയാൾ ശ്രേയസ്സുള്ള ആളാണെന്ന് പറഞ്ഞാൽ അയാളുടെ ബാങ്ക് ബാലൻസ് അല്ല ക്രൈറ്റീരിയ, എത്ര നല്ല വീട്ടിലിരിക്കണമെന്നല്ല. പിന്നെയോ അയാളുടെ മനസ്സ് എത്ര ശുദ്ധിയുണ്ട്, പൊതുജനങ്ങളെ സേവിക്കാനുള്ള താല്പര്യം എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില നാടുകളിൽ എവിടെയെങ്കിലും മരണം ഉണ്ടായാൽ കൂലിക്കാരനാവും ചിലപ്പോൾ. ആ വ്യക്തി വന്ന് അവിടുത്തെ ശവദാഹം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം കൊടുക്കാൻ കാണിക്കുന്ന ഒരു ഔദാര്യം, അത് കുപ്പിക്ക് വേണ്ടിയിട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ടോ അല്ല ആവരുത്. ആണെങ്കിൽ അയാൾക്ക് ശ്രേയസ്സില്ല. അപ്പോൾ അതേമാതിരിയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന് ശ്രേയസ്സുണ്ട്. ഭാഗവതം കൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ശുദ്ധിയെ ആഗ്രഹിക്കുന്ന, യശസ്സിനെ ശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവൻ കേൾക്കയില്ല. അതായത് അശ്രീകരമായ കാര്യങ്ങൾ ശ്രേയസ്സുള്ള ആൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നർത്ഥം. ശ്രേയസ് അനുഭവിക്കാൻ പറ്റുന്ന കർമ്മങ്ങളെ ശ്രേയസ്സുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം പറയാം. പുണ്യശ്ലോകന്മാരായ മഹാത്മാക്കൾക്ക് കീർത്തനം ചെയ്യുവാൻ യോഗ്യങ്ങളായ അനേക കർമ്മങ്ങളെ ചെയ്തിരിക്കുന്ന ആ ഭഗവാന്റെ കരിദോഷശാന്തികരമായ യശസ്സിനെ മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവൻ കേൾപ്പാൻ ആഗ്രഹിക്കയില്ല. അതായത് ഭാഗവതം കേൾക്കണ്ട, ഭാഗവതം കേൾക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയം നാരായണീയമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭഗവാനെ നിന്ദിക്കണമെന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നാരായണീയം എന്നുള്ളത് ഒരു സ്വതന്ത്ര കവിതയാണ്, കാവ്യമാണ്. അതായത് തൻ്റെ ഗുരുനാഥന് പറ്റിയിട്ടുള്ള അസുഖം ഞാൻ സ്വീകരിച്ചു, എൻ്റെ അസുഖം ഭഗവാൻ മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഒരു പ്രശ്നം പറ്റി. എന്താ? ഒരു ക്രയവിക്രയാണ്. ഭഗവാനോട് ഞാൻ അങ്ങയെ സ്തുതിക്കാം, അങ്ങ് എൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരണം. അത് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അശുദ്ധം എന്നാണ് പറയുക. നേരെ മറിച്ച് ഭാഗവതത്തിൽ ഓരോ അധ്യായങ്ങളും അവസാനിക്കുമ്പോൾ യശസ്സിനെ കിട്ടുന്ന. നേരെ മറിച്ച് നാരായണത്തിൽ എന്താ പറഞ്ഞത്? എൻ്റെ വാതരോഗത്തെ മാറ്റിത്തരണം എന്നാ. ആ ഒരു വ്യത്യാസം, ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾക്കതിൽ ശ്രേയസ് ഉണ്ടാവുന്ന അതിൽ പറഞ്ഞില്ല. അപ്പോൾ ഭാഗവതം കേൾപ്പാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വന്നാൽ അബദ്ധമായി, നരകഫലം പ്രാപ്തി. അടുത്ത ശ്ലോകം 17. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിന ശ്രദ്ധദാനാനാം ലീലയാ ദദത കലാഹ. തസ്യ കർമാണി ഉദാരാണി, അതൊരു കൂട്ട് പിന്നെന്താ പറയുക, കമ്പൈൻഡ് വാക്കാണത്. തസ്യ കർമാണ്യ ഉദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിന ശ്രദ്ധദാനാനാം ലീലയാ ദദത കലാഹ. അപ്പോൾ അതിൽ അർത്ഥം പറയുമ്പോൾ ലീല കൊണ്ട് കലകളെ ധരിച്ചിരിക്കുന്ന അവൻ്റെ മഹത്തുക്കളും വിദ്വാൻമാരാൽ ആദരപൂർവം കീർത്തിക്കപ്പെട്ടവയുമായ കർമ്മങ്ങളെ ശ്രദ്ധയുള്ളവരായ ഞങ്ങളോട് പറഞ്ഞാലും, പറയുന്ന ആൾ എങ്ങനെയായിരിക്കണം, കേൾക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രേഷ്ഠയാ ബ്രഹ്മാവ്, ശിവൻ എന്നിങ്ങനെയുള്ള മൂർത്തികളെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ജീവാനുഗ്രഹ സമർത്ഥങ്ങളായ സൃഷ്ട്യാദി വ്യാപാരങ്ങളെ, ഒന്നുകൂടി പറയാം, ഭഗവാന്റെ ജീവ അനുഗ്രഹ സമർത്ഥങ്ങളായ, ഭഗവാൻ ലീലയാ വിനോദമാടുന്നു. വാട്ട് ഫോർ? എന്തിനു വേണ്ടിയിട്ട്? ജീവന്മാരായിരിക്കുന്ന നമ്മളെ അനുഗ്രഹിക്കാൻ സമർത്ഥങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. ജീവന്മാരെന്നാണ്.
ജീവാനുഗ്രഹ സമർത്ഥങ്ങളായ, അവിടെ ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ, നപുംസക എന്നുള്ള വ്യത്യാസമില്ല. അല്ലേ? ആലോചിച്ച് നോക്കൂ. ജീവാനുഗ്രഹ സമർത്ഥങ്ങളായ സൃഷ്ട്യാദി വ്യാപാരങ്ങളെ സൃഷ്ടിക്കുക, പരിപാലിക്കുക, ലയിപ്പിക്കുക. അപ്പോൾ ഒരു ദിവസം കസാലയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരാളോട് മരിച്ചു എന്ന് പറഞ്ഞാൽ അയാളേനെ ഭഗവാൻ അനുഗ്രഹിച്ചു. അയാളെ മാത്രമാണോ അനുഗ്രഹിച്ചത്? അല്ല, പിന്നെയോ അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ബന്ധുമിത്രാദികളെ ഒക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു. എന്താ കാരണം? നല്ല രീതിയിൽ ഒരു ലയനം ഉണ്ടായത്. ജീവനെ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു ഭഗവാൻ. അതൊരു അനുഗ്രഹമാണ്. ആ മരിച്ച ജീവൻ മരിക്കണില്ല, ശരീരിക്കും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. നേരെ മറ്റൊരു 10-20 കൊല്ലം വലിച്ച് കിടക്കുക, ജോലിക്ക് പോയിരുന്ന ഭാര്യ ജോലി റിസൈൻ ചെയ്ത ഭർത്താവിനെ നോക്കുക, കുറേ സ്വത്തുണ്ടായതൊക്കെ വിറ്റു, ട്രീറ്റ്മെൻറ്റ്. അവിടെ സത്യത്തിൽ അനുഗ്രഹമാണോ? അല്ല. അവിടെ എന്താ നടക്കണത്? പാപങ്ങളെ ഹരിക്കാം. വ്യക്തിയും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വ്യക്തികളുടെയും പാപങ്ങളെ ഹരിക്കുകയാണ് ഭഗവാൻ. അത് നമുക്ക് മനസ്സിലാവണില്ല. എന്നാൽ ആദ്യത്തെ കേസിലോ ഹരിക്കാനില്ല, പാപമില്ല അതന്നെ. അപ്പോൾ ഒരാൾ, ഇപ്പം നമ്മളൊരു ഓഫീസിൽ 5 മണിയാണ് ഓഫീസ് ടൈം. അപ്പോൾ 4:45 ബാത്റൂമിലൊക്കെ പോയി തലമുടിയൊക്കെ ചീന്തി ആൾക്കാർ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് MD വിളിച്ചിട്ട് പറയുകയാണ്, ഒരു അരമണിക്കൂർ ഇതുകൂടി താൻ ചെയ്തിട്ട് പോയാൽ മതി, തന്നെപ്പോലെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരാൾ ഇവിടെ ഇല്ല, എനിക്ക് അത് ആ ചെയ്ത കാര്യം കൊണ്ട് എനിക്ക് വേറെ തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഈ മഹാഭാവിക്ക് പറയാൻ കണ്ടൊരു സമയം. നേരെ ഒരു സൽസ്വഭാവിയായിട്ടുള്ളൊരു ലോയൽറ്റിയുള്ള ഒരു സ്റ്റാഫാണെങ്കിൽ എന്താ ചെയ്യുക? എൻ്റെ എഫിഷ്യൻസി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാനിത് ഔദാര്യത്തോടു കൂടി എൻ്റെ കടപ്പാട് എന്നുള്ള നിലയ്ക്ക് ഞാനിത് നിർവഹിച്ച് പോകും. അപ്പോൾ രണ്ട് കൂട്ടക്കാരുടെയും മനസ്ഥിതിക്ക് വ്യത്യാസമുണ്ട്. അതിനൊക്കെ ആരാ മാർക്കിടുന്നത്? അവരവരുടെ ഉള്ളിലുള്ള കർമ്മസാക്ഷി. ഞാൻ അനവരതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ സാക്ഷി എൻ്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം, എൻ്റെ ഉള്ളിലുള്ള ജീവൻ. അതിനെ നമ്മൾ എന്താണെന്ന് പറയുക, വില കുറച്ച് കാണരുത്. ആരാണ് തൻ്റെ ജീവനെ വില കുറച്ച് കാണണത്? അവൻ പാപിയാണ്. അവൻ ശ്രേഷ്ഠനാവണത് എങ്ങനെയാണ്? ഞാൻ ഈശ്വര അംശമാണ്, എനിക്ക് എൻ്റെ പരിധിയിൽ ചെയ്ത് തീർക്കാൻ സാധിക്കാത്ത കാര്യങ്ങളില്ല എന്ന് സ്വയം സംതൃപ്തിയോട് കൂടിയിരിക്കുന്ന വ്യക്തി ഈശ്വരാനുഗ്രഹമുള്ള ആളാണ്. ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തേരാപാര ഓടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇരുത്തം വന്നിട്ടില്ല. സ്ഥിതപ്രജ്ഞ, സ്ഥിരതയില്ല, സ്ഥിതി ചെയ്യില്ല. അപ്പോൾ അവർക്ക് ചഞ്ചല മനസ്സായി. അങ്ങനത്തെ ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ പറ്റിക്കൽ പ്രസ്ഥാനമാണ് എല്ലാ സ്ഥലത്തും. എല്ലാം ബന്ധങ്ങളൊക്കെ പറ്റിക്കൽ പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ സൃഷ്ടിസ്ഥിതി ആയ കാര്യങ്ങളെ അവയെ കേൾപ്പാൻ അതിശ്രദ്ധയോടെ ഇരിക്കുന്ന ഞങ്ങളോട് ഭഗവാന്റെ വിനോദമാകുന്ന ലീലകൾ ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ പറയാൻ പോകുന്ന ഭാഗവത കഥയെ ഞങ്ങളോട് പറയണം. അതായത് സർഗാദി ലീലകളെയും പറയണമെന്ന് മൂന്നാമത്തെ പ്രശ്നം, ചോദ്യമാണിതൊക്കെ. അത് കഴിഞ്ഞ് 18ാമത്തെ ശ്ലോകത്തേക്ക് വരുമ്പോൾ എന്തായി? അധ ആഖ്യാഹി ഹരേ ധീമൻ അവതാരകഥാശുഭ ലീലാവിധധ സ്വൈരം ഈശ്വരസ്യാത്മമായയാം.
അധ ആഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാം ലീലാവിദധ സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ. ഗ്രന്ഥമുള്ളവർ അനുഭവിച്ച ഉരിയാടണം. എന്താ? അധ ആഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാം ലീലാവിദധ സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ. അവിടെ എത്ര വാക്കുകളെ പിരിച്ചു? അതിൻ്റെ വാക്കിൻ്റെ ശുദ്ധി പരിപൂർണമായില്ലേ? അപ്പോൾ നമുക്കുണ്ടാവുന്നൊരു അനുഭവരസം എന്താ? അപ്പോൾ അതിനർത്ഥം പറയുമ്പോൾ, അനന്തരം ഇച്ഛ കൊണ്ട് തൻ്റെ മായയാൽ ക്രീഡകളെ ചെയ്യുന്ന ഈശ്വരനായ ഹരിയുടെ ശുഭങ്ങളായ അവതാരകഥകളെ ഹേ ബുദ്ധിമാനായ സൂത പറഞ്ഞാലും. ഫോർവേഡ് ചെയ്യുക, ബാക്ക്വേഡ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ബാക്ക്വേഡ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. കേട്ട് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ പറയണു, ഹേ ബുദ്ധിശാലിയായ സൂത, ജീവാനുഗ്രഹത്തിന് വേണ്ടി ശ്രേഷ്ഠപ്രകാരം മായാശക്തിയാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന 5 വിധം ലീലകളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേശ്വരനായ ഹരിയുടെ മംഗളപ്രദങ്ങളായ മത്സ്യാദി അവതാരകഥകളെയും പറയണം. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളെല്ലാം തന്നെ മംഗളപ്രദങ്ങളാണ്. എന്താ മംഗളപ്രദങ്ങൾ? കേൾക്കുന്ന ശ്രോതാവിന് ശുഭകരമായ സൗന്ദര്യാത്മകമായ അനുഭവം. ആത്മാവിൻ്റെ സൗന്ദര്യം എന്താണെന്ന് അറിയണം. അപ്പോഴാണ് ആത്മാവിൽ രതി. അഹം രാമോഹം, ഞാൻ രാമനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദശരഥൻ്റെ പുത്രൻ്റെ രാമൻ്റെ ഗുണഗണങ്ങളുള്ള ആളാണെന്നാണ്. എന്താ, ഭാര്യേനെ തിരഞ്ഞു പോണ്ടി വരുന്നോ, ഭാര്യേനെ ത്യജിക്കുന്നതാണോ? അങ്ങനെയല്ല. ഞാൻ മര്യാദാ പുരുഷോത്തമനായിട്ട് ജീവിത സന്ധാരണം ചെയ്യും. ആ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കടമകളിൽ നിന്നും കടപ്പാടുകളിൽ നിന്നും പിന്മാറില്ല. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഒരു പോസിറ്റിവിറ്റി മാത്രമേ പറയാവൂ. ആ പോസിറ്റിവിറ്റി ഇല്ലെങ്കിൽ എന്തായി? ജീവിച്ചിരിക്കലും ചത്ത ശവം പോലെ. അതാണ് എപ്പോഴും നമ്മൾ പ്രതികരിക്കുമ്പോൾ കേൾക്കുന്ന ആളുടെ സൗകുമാര്യം, നമ്മൾ തൊടുത്തു വിടുന്ന വാക്കുകൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിൽ എന്തെല്ലാം വിഭ്രാന്തികൾ ഉണ്ടാവും. ആ വാക്കുകൾ വേറൊരാളുടെ വായയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഭഗവാൻ ലീലയാ വിനോദമാടുന്നു, ഭഗവാൻ ലീലയാ അവതാരങ്ങളെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മംഗളപ്രദങ്ങളാണ്. അതാണ് കൈവിട്ട കല്ല്, ഞാനിൽ നിന്ന് പോയ അസ്ത്രം, നാവിൽ നിന്ന് പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ മൗനിയാവുക നല്ലത് കുറേയൊക്കെ. ഇനി അടുത്ത ശ്ലോകം 19. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. യാതൊന്നിനെ ശ്രവിക്കുന്ന രസം അറിയുന്നവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമായി? കേൾക്കുന്നവർക്ക് രസാനുഭൂതി അനുഭവിക്കാൻ സാധിക്കണം. ഒരു വിത്ത് പാറയുടെ മുകളിൽ വീണാൽ അത് കാലക്രമത്തിൽ വെയിൽ കൊണ്ട് കരിഞ്ഞു പോവും. അത് കിളിർക്കില്ല. നേരെ മറിച്ച് പരിപാകപ്പെടുത്തിയിട്ടുള്ള മണ്ണിലാണ് വിത്ത് വീണത് അല്ലെങ്കിൽ വിതച്ചത്, അത് കിളിർക്കും. അതിൽ നിന്ന് ധാന്യങ്ങളുണ്ടാവും. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഇതെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന് ഭാഗവതം ഉപകരിക്കില്ല.
ഭാഗവതം പിന്നെ സപ്താഹം ഉപകരിക്കില്ല. സപ്താഹം ഉപകരിക്കുന്നത് പാണ്ഡിത്യമുള്ളവർക്കാണ്. അപ്പോൾ നമ്മളെന്ത് വേണം? പാണ്ഡിത്യം നമ്മൾ വീട്ടിലിരുന്ന് നേടണം. അതിനാണ് സ്വാധ്യായ പ്രബോധിതാം. സ്വയം അധ്വാനിച്ച് ശീലിക്കണം. അതിനാണ് ഒരു ഗുരു വേണം. ഗുരുമുഖത്തിൽ നിന്ന് കേട്ടാൽ വേഗം പഠിക്കും. അപ്പോൾ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാനും ഫുട്ബോൾ പഠിപ്പിക്കാനും ക്രിക്കറ്റ് അക്കാദമിയിൽ പഠിപ്പിക്കാനും ഭരതനാട്യം, സംഗീതം എത്ര കാശ് നമ്മൾ ചിലവാക്കുന്നുണ്ട്. അതിലൊരു ഭാഗം കാശ് നമ്മൾക്ക് ഭാഗവതം പഠിക്കാൻ വേണ്ടി ഒരു ഗുരുനാഥനെ കണ്ട് അദ്ദേഹത്തിന് ഒരു നിശ്ചിത ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പഠിച്ചു നോക്കൂ കാര്യങ്ങൾ. കാരണം ഈ ദക്ഷിണ ഒരു അവിഭാജ്യ ഘടകമാണ്. അത് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സമയത്തിൻ്റെ മൂല്യനിർണ്ണയമാണ് ദാക്ഷിണ്യം. ആ ദാക്ഷിണ്യത്തിൻ്റെ മൂല്യമാണ് ദക്ഷിണ. അപ്പോൾ അത് ഈ പ്രസാദം തരുന്ന ആൾക്ക് ദക്ഷിണ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു പൂജ ചെയ്യിപ്പിച്ച് പ്രസാദം വാങ്ങുന്ന ആൾക്ക് ദക്ഷിണ കൊടുക്കാണ്ട് പറ്റൂല. അത് റെസീറ്റിൽ ഞങ്ങൾ 101 റുപ്യ, സോറി, അത് ആ റെസീറ്റിലുള്ള സംഭവം ആർക്കാണ്? അമ്പലത്തിൻ്റെ നടത്തിപ്പുകാർക്കുള്ളതാണ്. അതിൽ വിഹിതം പൂജാരിക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു 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 തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടി അങ്ങനെ പറയാം, അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മൂല്യം ഞാൻ കാണണം. എന്നാൽ ഈ സപ്താഹശ്രവണം കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കുമ്പോൾ എല്ലാവരും ക്യൂവിൽ നിൽക്കും. ക്യൂവിൽ നിന്നിട്ട് വേണം കൊടുക്കാൻ. ക്യൂവിൽ നിൽക്കാതെ കണ്ട് നമ്മളിപ്പോൾ യജ്ഞവേദിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു കവർ കൊണ്ടുപോയി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കവറിൽ ആ വ്യക്തിയുടെ ആസ്തി എന്താണ്, അതിൻ്റെ മൂല്യം കൂടിയും കണക്കാക്കിയിട്ട് വേണം ആ കവറിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ യഥാസ്ഥിതിക്കനുസരിച്ച് ദക്ഷിണ കൊടുക്കണമെന്നാണ്. അതെങ്ങനെ വേണ്ട. അപ്പോൾ ഭഗവാന്റെ കരുണയും അതേപോലെയാവും. കാരണം ഇതൊക്കെ അറിയുന്ന എൻ്റെ ഉള്ളിലുള്ള ചൈതന്യക്കറിയാം എൻ്റെ ആസ്തി എന്താണെന്നുള്ളത്. അപ്പം ഞാൻ കൊടുക്കുന്നത് ഔചിത്യപരമാണോ അല്ലയോ എന്നാര് നോക്കും? എൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യം. അതേപോലെ തന്നെ സ്നേഹം കൊടുക്കുമ്പോൾ കാപ്പട്യത്തോട് കൂടിയിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്, അതോ ഹൃദയം ദ്രവിച്ചിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? അതാരറിയാം? നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ആണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും റെക്കോർഡ് സൂക്ഷിക്കുന്ന ആൾ. അപ്പോൾ ഇവിടെ എന്താ അപ്പോൾ പറഞ്ഞു ഉത്തമ ശ്ലോക വിക്രമത്തിൽ തന്നെയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ യാതൊന്നിനെ ശ്രവിക്കുന്ന രസം അറിയുന്നവർക്ക് പദങ്ങൾ തോറും ഉപരി സ്വാദുഭവിക്കുന്നു. ഉത്തമ ശ്ലോക വിക്രമത്തിൽ ഞങ്ങളാകട്ടെ തൃപ്തന്മാരാകുന്നില്ല. അപ്പം എന്തായി? ആചാര്യൻ ഒരു വിഹക വീക്ഷണത്തിൽ ഇവിടെയുള്ളവർക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് ഞാൻ കാര്യപ്പെട്ടിട്ടൊന്നും പറയണില്ല, 2 പാട്ടും പാടിയിട്ട് പോയി കളയാമെന്ന് വിചാരിച്ചാൽ അതിൽ ഏതെങ്കിലും ഉത്തമ ശ്ലോകന്മാരായിട്ട് ഇരിക്കുന്നവരും ഭഗവാന്റെ ലീലകളെ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ കൺവിൻസാവുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരാളുടെ മനസ്സിൽ ഒരു വൈക്ലഭ്യം കയറിയാൽ അത് ആചാര്യൻ എന്തായി? പരയി. അപ്പോൾ നമ്മളെന്ത് വേണം? നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കണം. അപ്പോൾ സഭയിലിരിക്കുന്നവരെ ഉത്തമ ശ്ലോകന്മാരാണ് എന്നുള്ള ബോധ്യത്തിൽ വേണം പറയാൻ. അതാണ് നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ദക്ഷിണ തന്നോളൂ, അങ്ങനെ ആവരുത്.
അപ്പോൾ ഇവിടെ ഭഗവാന്റെ പരാക്രമാദി വൈഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥകളെ കേൾക്കുന്നവരും അതിൻ്റെ രസം അറിയുന്നവരുമായവർക്ക് പദം തോറും ഉപരിയുപരി പതേ പദങ്ങളിൽ സ്വാദുണ്ടാവണം. അപ്പോൾ ഉപരിയുപരി ആനന്ദം അനുഭവമായി വരും. ഇപ്പോൾ പ്രഭാഷകൻ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ മുഖം പരതും. ഓരോരുത്തരേനും ഈ വക്താവ് നോക്കും. ആരാണ് പ്രതികരിക്കണത്, അറിഞ്ഞിട്ട് പ്രതികരിക്കുകയാണോ, വെറുതെ ഈ തമിഴ്നാട്ടിൽ അപ്പക്കാളുണ്ട് ശബ്ദത്തിനനുസരിച്ച് തലയാട്ടണത്, അതേപോലെ ആണോ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ആചാര്യന്മാരായിട്ടുള്ളത്. അപ്പോൾ അവരെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ആളുടെ മുഖത്ത് നോക്കിയിട്ടാവും കൂടുതൽ സംസാരിക്കുക. കാരണം എന്താ, അവിടെയാണ് പ്രതികരണശേഷി വരുന്നത്. അപ്പോൾ ചോദിക്കരുത് എന്തുകൊണ്ടാണ് അയാൾ ആ ഒരു പ്രത്യേക വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അതൊരു ആക്ഷേപമാവരുത്. അപ്പോൾ എന്നെ നോക്കി കഥ പറയാൻ ഞാൻ ആചാര്യനെ പ്രഷർ ചെയ്യിപ്പിക്കും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവട്ടെ, അത് സംഭവിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഉത്തമ ശ്ലോകന്മാരെന്നുള്ളത് രണ്ട് പക്ഷത്തും പറയുന്ന ആളും കേൾക്കുന്ന ആൾക്കാരും ആവണം. അപ്പോൾ നമ്മൾ സപ്താഹത്ത് ഈ 6.5 ദിവസം കൊണ്ട് ഭാഗവതം പഠിപ്പിക്കും എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതിനാണ് ക്ഷേത്രങ്ങളിൽ വാതിൽമാടത്തിൽ ഒരു ഭാഗവത ഗ്രന്ഥം വേണം, അർത്ഥം അറിയണത്, അർത്ഥത്തോടു കൂടിയുള്ള 8 വോളിയുള്ളത് വേണം. അപ്പോൾ നിർധനന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് 3/4 മണിക്കൂർ പോയി പഠിക്കാൻ സാധിക്കും. ഒരേ സമയത്ത് 8 ആൾക്ക് ഉപകരിക്കുമല്ലോ, ഇല്ലേ? ഒരു ക്ഷേത്രത്തിൽ ഈ അർത്ഥം അറിയുന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ 8 പുസ്തകം വെച്ചാൽ, വോള്യം വെച്ചാൽ 8 ആൾക്ക് ഒരേ സമയത്ത്. പക്ഷേ ഒരാൾക്ക് തന്നെ എല്ലാം ഒരു സമയത്ത് വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അത് വീട്ടിൽ കൊണ്ടുപോകാമെന്നും പറയരുത്. അമ്പലത്തിലിരുന്ന് വായിക്കണവർ വായിക്കട്ടെ, പഠിക്കട്ടെ. ഈ പ്രതിബദ്ധത എങ്ങനെയാണ്? സമൂഹത്തിനൊരു പ്രതിബദ്ധത ഉണ്ട് സമൂഹത്തിൻ്റെ അംഗങ്ങളോട്. അത് നന്നാക്കണം നമുക്ക്. അപ്പോൾ പറഞ്ഞു, അപ്രകാരമുള്ള വീര്യാതിശയത്തെ എത്ര കേട്ടിട്ടും കേട്ടതും മതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ആചാര്യനും ഉത്തരവാദിത്തമുണ്ട്, ശ്രോതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. അത് കഴിഞ്ഞ് 20ാമത്തെ ശ്ലോകം, കൃതവാൻ കില വീര്യാണി സഹരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ആ വാചകം നമ്മുടെ മനസ്സിൽ പതിയണം. ഏത്? കൃതവാൻ കില വീര്യാണി സഹരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഭഗവാൻ മായയെ ഉപോത്ബലകമാക്കിയിട്ടാണ് അവതാരം ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ മനുഷ്യനാണോ? അല്ല, കപടമാനുഷ, മനുഷ്യൻ്റെ വേഷം കെട്ടിയിട്ടുള്ള ആളാണ്. നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പം ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അനുമോദിക്കുക എന്നല്ലാണ്ട് ഭഗവാൻ ഭാഗവതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുകരിക്കരുത്. അത് വേദത്തിൽ പ്രബലമായി പ്രസ്താവിക്കണം. ഭഗവാനെ അനുമോദിക്കൂ, ഭഗവാനെ അനുകരിക്കരുത്. ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ. ഈ 4 വരികൾ ധാരാളമായി ഒരാളെ ജീവിതം മുഴുവൻ പ്രക്ഷോഭമാക്കുന്ന ഉത്തമ കമൻസ് അല്ലെങ്കിൽ പ്രസ്താവനകൾ, ഉപദേശങ്ങളാണ് ഈ 4 വരി. അപ്പോൾ ഇവിടെ പറഞ്ഞു, കപടമാനുഷനും എല്ലാവർക്കും അറിവാൻ കഴിയാത്തവനും. ഈ ഗൂഢ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒളിപ്പിച്ച് വെച്ചതെന്നല്ല, എല്ലാവർക്കും അറിവാൻ കഴിയാത്തവൻ. അതിലാണ് എനിക്ക് ശാന്തി. കാരണം എന്താ, ചിലവർ ചോദിക്കും, തനിക്ക് തിന്ന് 10 റുപ്യ വരുമാനവുമില്ല, ഇത്ര സമയം എന്തിനാ ചിലവാക്കണത്? എനിക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണം. ഞാനൊരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്നുള്ളത് അതൊരു ഭംഗിവാക്കാണ് സത്യത്തിൽ. ഞാനിത് എൻജോയ് ചെയ്യണില്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റുമോ?
അപ്പോൾ എൻ്റെ എൻജോയ്മെൻറ്റ് അത് സ്വാർത്ഥതല്ല. കാരണം ഞാൻ ആരുടെ കഥയാണ് പറഞ്ഞത്? ഭഗവാന്റെ കഥകൾ. ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞിട്ടുള്ളതും അല്ലേ. അപ്പോൾ പറഞ്ഞു മനുഷ്യൻ, അപ്പോൾ പറഞ്ഞു പിന്നെ അതെ മനുഷ്യൻ, അതെ കപടമാനുഷനും എല്ലാവർക്കും അറിവാൻ കഴിയാത്തവനും മഹിമയുള്ളവനുമായ ശ്രീകൃഷ്ണൻ, കേശവ എന്ന് പറഞ്ഞാൽ കേശിയെ കൊന്നവൻ എന്നുള്ളത് വാക്കാർത്ഥമാണ്. അതിൻ്റെ ഭാവാർത്ഥം എന്താ? കേശവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. പിന്നെ ബലരാമനോടുകൂടെ മനുഷ്യന്മാർക്ക് സാധിക്കാത്തതായ മനുഷ്യരൂപം ഗൂഢമാണ്, കാപട്യമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പറഞ്ഞത്. ഭഗവാൻ തൻ്റെ സഹോദരനായിരിക്കുന്ന ബലരാമസ്വാമിയോട് കൂടുതൽ ചെയ്ത കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രുക്മിണി സ്വയംവരം ചെയ്യണോ? പിന്നെ എന്താ പറയുക, കുചേലഗതി ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യരുത് എന്ന് തന്നെ അർത്ഥേ. ചെയ്യരുത്. അത് ബാലയായിട്ട് കാണിക്കാനുള്ളതല്ല. സപ്താഹവേദിയിൽ ഭഗവാനും ഋഷീശ്വരന്മാരും ഭഗവാന്റെ ഫസ്റ്റ് ഗ്രേഡ് ശിഷ്യന്മാരൊക്കെ അല്ലെങ്കിൽ സാധകന്മാരൊക്കെ സൂക്ഷ്മ ശരീരങ്ങളായിട്ട് അവിടെ ഇരിക്കണം, ഭാഗവത കേൾക്കാൻ വേണ്ടിയിട്ട്. ഭാഗവത വായനും ഭാഗവത കഥയും കേൾക്കാൻ, അല്ലാണ്ട് സിനിമ ബാലെ കാണാനല്ല അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ജീവിതോപാധി എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണുന്നത് തെറ്റ്. അപ്പം എന്തായി? ബലരാമനോടുകൂടെ മനുഷ്യന്മാർക്ക് സാധിക്കാത്തതായ പരാക്രമങ്ങളെ ചെയ്തുവല്ലോ അല്ലേ. അപ്പം മനുഷ്യൻ എന്ന നാട്യത്തിൽ സഞ്ചരിക്കുന്നവനും മറ്റാർക്കും അറിവാൻ കഴിയാത്ത വിധം സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ മറഞ്ഞിരിക്കുന്നവനും. അപ്പോൾ ഗൂഢമാനുഷ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞു. അത് എത്ര ആൾക്ക് മനസ്സിലായിട്ടുണ്ട്? എന്താ പറഞ്ഞത്? മറ്റാർക്കും അറിവാൻ കഴിയാത്ത വിധം സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ മറിഞ്ഞിരിക്കുന്നവനും. എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിൽ ഭഗവാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരാളെ വധിക്കുക? അല്ലെങ്കിൽ ഒരു ജീവിനെ എൻ്റെ നാവിൻ്റെ ടേസ്റ്റിന് വേണ്ടി കൊന്നു തിന്നുക? ഈ രണ്ടും ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പിന്നെ ഭാഗവതം കേട്ടിട്ട് കാര്യമില്ല. യോഗ്യനല്ല, ഭാഗവതം കേൾക്കാൻ യോഗ്യരല്ല. അപ്പോൾ മനുഷ്യൻ എന്ന നാട്യത്തിൽ സഞ്ചരിക്കുന്നവനും മറ്റാർക്കും അറിവാൻ കഴിയാത്ത വിധം സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ മറിഞ്ഞിരിക്കുന്നവനും മഹാമഹിമയുള്ളവനുമായ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് മനുഷ്യർക്ക് സാധ്യങ്ങളല്ലാത്ത പരാക്രമവൃത്തികളെ നടത്തിയിരിക്കുന്നുവല്ലോ. അതിനെ സംവദിച്ചാൽ പിന്നെ 21 കലിം ആഗതം ആജ്ഞായ, 3 വാക്കുണ്ടതിൽ. കലിം ആഗതം ആജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണാഹരേ. കലിം ആഗതമാജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണാഹരേ. അപ്പോൾ വിഷ്ണു പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ, ഏത് ക്ഷേത്രത്തിൽ? ഈ ഭാഗവതം സപ്താഹം നടത്തി വരുന്ന ക്ഷേത്രത്തിൽ, നൈമിഷാരണ്യത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ഭഗവാന്റെ മൂർത്തി വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് വിഷ്ണു പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ദീർഘസത്രത്തോടുകൂടെ, അതായത് 1000 സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാഗം എന്നാണ് പറഞ്ഞത്, ഇരിക്കുന്ന ഞങ്ങൾ കലിയെ പ്രാപ്തനായിട്ട്,
കലിയെ പ്രാപ്തനായിട്ട് അറിഞ്ഞിട്ട്, അതായത് കലികാലം വന്നു എന്നറിഞ്ഞിട്ട് ഹരിയുടെ കഥയിൽ സക്ഷണ അവസരത്തെ പ്രാപിച്ചവരാകുന്നു. ക്ഷണിക്കപ്പെട്ടു വന്നവരാന്ന സക്ഷണ, ക്ഷണിക്കുക, സക്ഷണ സാദരം ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. അപ്പം എന്തായി അർത്ഥം? അവസരത്തെ പ്രാപിക്കുക. ഹരിയുടെ കഥയിൽ, കലികാലത്ത് ഹരിയുടെ കഥയിൽ താല്പര്യം ഉണ്ടാവണം. കലികാലാണെന്നറിയണം. കലിസന്ധരന ഉപനിഷത്ത് എന്നുള്ളത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആണെന്നുള്ളത് അറിയണം. ഭാഗവതം പഠിക്കാത്തവർക്ക് ഈ മന്ത്രം മതിയെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്ര നാമമുണ്ട് ഭഗവാന്റെ എന്നെങ്കിലും അറിയണം. കൃഷ്ണശബ്ദത്തിനും ഹരേ ശബ്ദത്തിനും രാമശബ്ദത്തിൻ്റെ അർത്ഥം അറിയണം. അതെങ്കിലും ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കണം. അപ്പോൾ അതിനർത്ഥം പറയണു, കലിയുഗം ആരംഭിച്ചതിനെ അറിഞ്ഞ ഞങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പദത്തോട് ചേരണമെന്നുള്ള സങ്കല്പത്താൽ. അല്ലാതെ കൊണ്ട് വീടില്ലാത്തവന് വീടുണ്ടാവണം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവണം, കാറുള്ളവർക്ക് കാറ് മാറ്റി വാങ്ങാൻ സാധിക്കണം എന്ന സങ്കല്പത്തോടു കൂടി സപ്താഹം കേൾക്കുന്നത് ബുദ്ധിപരമല്ല. ഇതറിയണം. സങ്കല്പം എന്തായിരിക്കണം? കലിയുഗം ആരംഭിച്ചതിനെ അറിഞ്ഞ ഞങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പദത്തോട്, അതായത് വൈകുണ്ഠവാസികളായി തീരണം, മുക്തി കിട്ടണം, മോക്ഷം കിട്ടണം. അപ്പോൾ ചേരണമെന്നുള്ള സങ്കല്പത്താൽ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘകാല സാധ്യമായിരിക്കുന്ന സത്രത്തെ ആരംഭിച്ച് ശ്രീഹരിയുടെ കഥ കേൾപ്പാനുള്ള അവസരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാകും. പോരെ? പ്രതീക്ഷ എന്താണ്? ശ്രീഹരിയുടെ കഥകൾ മുഴുവൻ കേൾക്കണം. അല്ലാണ്ട് 3000 റുപ്യ പ്രഭാത ഭക്ഷണത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, കുട്ടികളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സും കൂടി വരൂ ഇന്ന് പ്രഭാത ഭക്ഷണം എൻ്റെയാണ്, അപ്പോൾ അവിടുന്ന് കേൾക്കാനിരിക്കുമ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഓഫർ ചെയ്തിട്ടുള്ളത് ശ്രീമാൻ സോ. അപ്പോൾ പിന്നെ അത് ഭഗവാന്റെ പ്രസാദം എങ്ങനെയാവുക? അത് ഭഗവാന്റെ പ്രസാദമാണ്. അപ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറഞ്ഞിട്ടാണ് ഇടത് കൈ വലത് കൈയിനോട് മുട്ടിച്ചും കൊണ്ട് കർമ്മം ചെയ്യണത് നമ്മൾ. അപ്പോൾ ചെവികൾ അറിയാൻ പാടില്ല. അപ്പോൾ ചിലവരുണ്ട്, ഇന്നത്തെ അന്നദാനം മുഴുവൻ എൻ്റെ വകയാണ്, പക്ഷേ എൻ്റെ പേര് പറയരുത് കേട്ടോ, എൻ്റെ പേര് പറയരുത് കേട്ടത് പറഞ്ഞത് എൻ്റെ പേര് പറയണം എന്നുള്ള ധ്വനിയാണ്. അപ്പോൾ എല്ലാവരോടും പറയും, ഇന്ന് പട്ടാമ്പി രാജഗോപാലൻ്റെ അന്നദാനാണ്, അദ്ദേഹം പേര് പറയേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓ ശരി. അപ്പോൾ ഇതൊന്നും ഒരു 1970-കൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? 1970-കൾക്ക് മുമ്പ് ഏതെങ്കിലും ക്ഷേത്രത്തിൽ സപ്താഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാശ് ചിലവാക്കിയുള്ള ആൾക്കാരാണ്. ഇത്ര അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പം അനർത്ഥഫലങ്ങളാണ് സപ്താഹത്തിൽ നിന്ന് ഉണ്ടാവണത്. സത്യം പറഞ്ഞാൽ അനർത്ഥഫലങ്ങൾ. ഇപ്പോൾ ഒരു 30-40 സപ്താഹം കേട്ട ഒരാൾ എൻ്റെ ഈ പ്രഭാഷണം കേട്ടാൽ ഞാൻ പറഞ്ഞത് തെറ്റാന്ന് പറയും. കാരണം എന്താ? അവരുടെ ബ്രെയിനിൽ ഇത് ഫീഡായി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ ഈ സപ്താഹം എല്ലാ കൊല്ലം ചെയ്യാൻ, ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞ് പിടിപ്പിച്ചു കഴിഞ്ഞു. എനിക്കതിലൊരു സങ്കടമില്ല, വിഷമമില്ല. പക്ഷെ സത്യം എന്താ? സത്യം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അതുകൊണ്ടാണ് പറഞ്ഞത്, കലിയുഗം ആരംഭിച്ചതിനെ അറിഞ്ഞ ഞങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പദത്തോട് ചേരണമെന്നുള്ള സങ്കല്പത്താൽ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘകാല സാധ്യമായിരിക്കുന്ന സത്രത്തെ ആരംഭിച്ച് ശ്രീഹരിയുടെ കഥ കേൾപ്പാനുള്ള അവസരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാകുന്നു എന്നർത്ഥമായി. ഇനി 22-ാമത്തെ പിന്നെ ശ്ലോകം,
ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്തിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്തിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. എന്താ അതിനർത്ഥം? പുംസാം എന്ന് പറഞ്ഞാൽ പുമന്മാരുടെ, പുരുഷന്മാരുടെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെന്ന് ശ്രീമാന്മാരുടെ എന്ന് അർത്ഥം മനസ്സിലാക്കണം. പുമാന്മാരുടെ സത്വത്തെ ഹരിക്കുന്നതും, സത്വത്തെ ഹരിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ നശിക്കുക എന്ന് വേണം പറയാൻ. ഹരിക്കുന്നതും കടക്കാൻ പ്രയാസമുള്ളതുമായ ദുസ്തരം, കടക്കാൻ പ്രയാസമുള്ളതുമായ കലിയെ സമുദ്രത്തെ എന്ന പോലെ ഇവ അർണവം, ഇവാർണവം എന്നാണ് വാക്ക്. ഇവ അർണവം തന്നെ വായിക്കണം. ഈ സമുദ്രത്തെ എന്ന പോലെ കടക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിസ്തിതീർഷതാം, കടക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കപ്പൽക്കാരനെന്ന പോലെ കർണധാര ഇവ, കർണത്തിൽ ധാര പോലെ അമൃതവർഷം ചെയ്യുന്ന നിങ്ങളെന്ന് അർത്ഥം പറയും. കർണത്തിൽ, ചെവിയിൽ ധാര. അപ്പം എന്ത് വേണം? നമ്മൾ ഈ സപ്താഹം സൺറൈസ് ടു സൺസെറ്റ് നമ്മളവിടെ ഇരിക്കണം, എന്നാലേ ഈ കർണധാര ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു നീലക്കല്ല് വേണമെന്ന് ചോദിച്ചാൽ കാര്യമില്ല. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാണ് ഞാൻ, അതോട് ക്രിട്ടിസൈസ് ഉണ്ട് ഇതിൽ, അതുകൊണ്ടായില്ല. സബ്ജക്റ്റ് പറയൂ. അപ്പോൾ കപ്പൽക്കാരനെന്ന പോലെ നീ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടു. നീ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭാഗവതം ഭഗവാനാണെങ്കിൽ ഭാഗവതം കയ്യിലേന്തിയിരുന്നവനെ ഭഗവാൻ സന്ദർശിച്ചോ ഇല്ലയോ പറയൂ. നമ്മൾ ഭഗവാനെ ഭാഗവത്തിൽ കണ്ടില്ല എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണത്. ഭഗവാൻ നമ്മളെ ദർശിക്കുന്നുണ്ട്. അത് വേണ്ട മാതിരി അത് നമുക്ക് അനുഭവിക്കാൻ പ്രാപ്തമായാൽ മതി. അപ്പോൾ പറയണു, മനുഷ്യരുടെ സത്വഗുണത്തെയും അത് നിമിത്തമുണ്ടാകുന്ന മനഃശുദ്ധിയെയും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, രജോ ഗുണപ്രധാനികളും എന്താണെന്ന് പറയുക, തമോ ഗുണപ്രധാനികളും രജോ ഗുണപ്രധാനികളായിട്ടുള്ള ആൾക്കാരെ സപ്താഹം കേട്ടിട്ട് കാര്യമില്ല. കാരണം എന്താ? ഭഗവാൻ സത്വഗുണപ്രധാനികളോടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭാഗവതം വായിച്ചാൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മൾ ആരാവാതെയിരിക്കാൻ പറ്റില്ല, സത്വഗുണമുള്ളവരാവും. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ അറിയപ്പെടണവനാവണോ ഭഗവാൻ അറിയപ്പെടാത്തവനാവണോ എന്നുള്ളതിൻ്റെ ഓപ്ഷൻ ലൈയിങ് ഇൻ യുവർ ഹാൻഡ്. മത്സ്യമാംസങ്ങൾ, മധുസേവ മൂന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ കണ്ടിട്ടില്ല എന്നർത്ഥം. സാത്വിക ഗുണം, കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മമായ അംശമാണ് ഏത്? ഈ മനസ്സ്. ആ മനസ്സിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ സത്വഗുണത്തെയും അത് നിമിഷമുണ്ടാകുന്ന മനഃശുദ്ധിയെയും നശിപ്പിക്കുന്നതും സാമാന്യന്മാർക്ക് ബലവൽ സഹായം കൂടാതെ, ബലവലല്ല ഭഗവത് സഹായമാണത്. ഇവിടെ ബലവൽ, ഒരു മിനിറ്റ്, ദുസ്തരം എന്നവം ഇവ എന്ന പോലെ കടക്കാനായി നിങ്ങൾ കർണധാര കപ്പലക്കാരെന്ന പോലെ എത്തും ദൈവത്താൽ, ദൈവസഹായം തന്നെയാണ്. സാമാന്യന്മാർക്ക് ഭഗവത് സഹായം കൂടാതെ കടക്കാൻ കഴിയാത്തതുമായ കലിയാൽ വ്യാപിക്കപ്പെട്ടതായ സംസാരത്തെ, സമുദ്രത്തെ എന്ന പോലെ കടക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കപ്പൽക്കാരനെന്ന പോലെ ഇരിക്കുന്ന എന്നെ ദൈവം കാട്ടിത്തന്നു എന്നാണ്. അപ്പോൾ ഈ സത്സംഗം ഉണ്ടാവുമ്പോൾ നമ്മളെ സത്സംഗത്തിലേക്ക് എത്തിക്കണതാരാ? ഈശ്വരനാണ്. അത് അല്ലാണ്ട് നമ്മൾക്ക് എങ്ങനെ അറിയാം? നമ്മുടെ മനസ്സിൽ ഈശ്വരൻ എന്നിട്ട് പറഞ്ഞു ഇന്ന ആളുടെ അടുത്തേക്ക് പോയിക്കോളൂ. ക്ലിയർ? ഇനി ഈ പ്രഥമ സ്കന്ധത്തിൽ പ്രഥമ അധ്യായത്തിന് അവസാന ശ്ലോകം പറഞ്ഞു നിർത്താം.
23-ാമത്തെ ശ്ലോകം. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാം അധുനോപേതേ ധർമ്മഃ കം ശരണം ഗതാം. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാം അധുനോപേതേ ധർമ്മം കം ശരണം ഗതാം. എന്താ അതിനർത്ഥം പറയാം? ബ്രാഹ്മണഹിതകാരിയും ബ്രഹ്മണ്യേ ബ്രാഹ്മണഹിതകാരിയും ധർമ്മത്തിൻ്റെ രക്ഷിതാവും യോഗങ്ങളുടെ ഫലദാതാവുമായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ തൻ്റെ സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ, അതായത് വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ, ധർമ്മം ആരെ ശരണം പ്രാപിച്ചു പറഞ്ഞാലും, ധർമ്മം ആരെ ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞാലും അതിനൊന്ന് പോളിഷ് ചെയ്ത് ഭാവാർത്ഥം പറയുമ്പോൾ ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താ അത്? ബ്രാഹ്മണർക്ക് ഹിതത്തെ ചെയ്തും. എന്താ അങ്ങനെ പറയാൻ? അത് ഈ പൂണൂലിട്ടവരെന്നുള്ള അർത്ഥത്തിലല്ല, ബ്രാഹ്മണ്യമുള്ളവരെ തന്നെ അർത്ഥം. നോക്കൂ, ആനപ്പുറത്ത് കയറുന്ന തിരുമേനി, ദഹനം ചെയ്യുന്ന തിരുമേനി, പൂജ ചെയ്യുന്ന തിരുമേനി, നിങ്ങൾ ആരേനെയാണ് ബഹുമാനിക്കുക? പൂജ ചെയ്യുന്ന ആളെ. അതും പൂജ അറിയണ്ടേ? വേണം. ഇനി ഭഗവതി സേവയ്ക്ക് വിളിച്ചു, കടുംപായസം അടി പിടിച്ചു, നിങ്ങൾ വെറുതെ വിടുക അതുവരെ തന്നെ? തെറി വിളിക്കില്ലേ? ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ആനപ്പുറത്ത് ഇരിക്കുന്ന ആള് കുറച്ച് വീശിയിട്ടാണ് വന്നെന്ന് മനസ്സിലായാൽ നമ്പൂരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ വിടുമോ? അപ്പം എല്ലാ പദവിക്കും അത് അർഹിക്കുന്ന ഒരു തേജസ്സുണ്ട്. ആനപ്പുറത്ത് കേൾക്കുന്ന ആളുടെ ഭവ്യത, ദഹനം ചെയ്യുന്ന ആളുടെ ഭവ്യത, പൂജ ചെയ്യുന്ന ആളുടെ ഭവ്യത, ഇതൊക്കെ കേമായിരിക്കണം, ബഹുകേമായിരിക്കണം. അതേപോലെ ഭാഗവതം കേൾക്കാൻ വരുന്നവരുടെ ഭവ്യത, ആഹാരത്തിന് കുറ്റം പറയാണ്ട് മഹാപ്രസാദം കഴിച്ചു പോവാനുള്ളൊരു ഭവ്യത, ഇതൊക്കെ ശ്ലാഘനീയമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ബ്രാഹ്മണർക്ക് ഹിതത്തെ ചെയ്യാന്ന് പറഞ്ഞാൽ വേദങ്ങൾ പഠിച്ച് അനുശാസനം ചെയ്യുന്നവർ, വേദത്തെ അനുശാസിച്ചും കൊണ്ട് ജീവിക്കുന്നവർ. അല്ലാണ്ട് ഞാനും മനുഷ്യനല്ലേ, എനിക്ക് എന്തുകൊണ്ട് ഒരു കുഴിമന്തി കഴിച്ചുകൂടാ എന്നൊരു പൂജകൻ ചോദിച്ചാൽ അതിനർത്ഥം അദ്ദേഹം ബ്രാഹ്മണ്യം ഇല്ലാത്തവനാണെന്നർത്ഥം. ഇത്രയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാഹ്മണർക്ക് ഹിതത്തെ ചെയ്ത് ധർമ്മത്തെ സംരക്ഷിത്തും യോഗങ്ങൾക്കുള്ള ഫലത്തെ ദാനം ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ഈശ്വരനായ ശ്രീകൃഷ്ണൻ. അവിടെ കുറേ കൂടി കാര്യങ്ങൾ സ്പഷ്ടത വരുത്താണ്ട്. ധർമ്മത്തെ സംരക്ഷിക്കാനാണ് അവതാരം ചെയ്യണത്. സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ബ്രാഹ്മണ്യമുള്ളവരെന്നർത്ഥം. പിന്നെ യോഗങ്ങൾക്ക് ഫലത്തെ, അത് കർമ്മയോഗമാണെങ്കിലും ഭക്തിയോഗമാണെങ്കിലും, യോഗം എന്ന് പറഞ്ഞാൽ സന്ധിക്കപ്പെടുന്നതെന്നർത്ഥം. അപ്പോൾ ഭക്തി കൊണ്ട് ഭഗവാനിൽ സന്ധിക്കപ്പെടുന്നതാണ് ഭക്തിയോഗം. അല്ലാണ്ട് ഭഗവാനുള്ള ഉടയാഭരണങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് പൊലിമ കാണിച്ചാൽ അത് ഭക്തിയോഗമല്ല. ഇന്ന് എൻ്റെ വകയാണ് അന്നദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ നമ്മളോട് രമ്യതയില്ലാത്തവർ വരുമോ? അപ്പോൾ അവിടെ വ്യക്തികൾക്കല്ലേ പ്രധാനം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് ആരും അറിയരുത് നമ്മുടെ ആണ് എന്നുള്ളത്. എല്ലാവരും അങ്ങനെ ചെയ്യണം, അല്ലാണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാവരും ഒരു ട്രാൻസ്പെറൻസി വേണം. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സപ്താഹത്തിന് എന്ത് വരുമാനമുണ്ട്, അത് എത്ര ചിലവായി, എത്ര ബാക്കിയുണ്ട്, എന്തിന് ചിലവായി, എങ്ങനെ ചിലവായി എന്ന് കൂടി പറയണം.
അപ്പോൾ ആൾക്കാർ കൊണ്ടു തരാൻ വൈമുഖ്യം കാണിക്കില്ല. ഇപ്പോൾ വൈമുഖ്യം കാണിക്കുന്നുണ്ടെങ്കിൽ നടത്തിപ്പിൽ എന്തെങ്കിലും പെശകുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ യോഗങ്ങൾക്ക് ഫലത്തെ ദാനം ചെയ്തുകൊണ്ട് മിരിക്കുന്ന ഈശ്വരനായ ശ്രീകൃഷ്ണൻ. അപ്പോൾ ഈശ്വരനായ ശ്രീകൃഷ്ണൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഈശ്വരൻ്റെ പ്രീതി കുചേലിന് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ കൂന്നി വന്നാൽ കുചേലനാകുമോ? കുചേലൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ നോക്കണത്? കുചേലൻ എങ്ങനെ നടന്നാണെന്ന് നമുക്കറിയുമോ? ശ്രദ്ധിച്ച് പറയൂ, ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയൂ. ശ്രീകൃഷ്ണൻ എങ്ങനെ ഓടിപ്പോയത് കുചേലനെ കണ്ടപ്പോൾ? ആ കുചേലിനെല്ലാം കൊടുക്കാനുള്ള ത്രാണി ഉണ്ടോ നമുക്ക്? അപ്പോൾ കഥകളി കൃഷ്ണാട്ടം കളി പോലെയാണോ ഭാഗവതം? അവിടെ ഇവിടേക്കാണ് പ്രശ്നം. അപ്പോൾ ഈശ്വരനായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് എന്നുള്ള സംഗതിയെയും പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷോപാഖ്യാനേ പ്രഥമോധ്യായ. ആദ്യത്തെ അധ്യായം എനിക്ക് ഒരു 90% എൻ്റെ ആഗ്രഹപ്രകാരം പറഞ്ഞ് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ബാക്കി സന്തോഷം നിങ്ങളുണ്ടാക്കണം. ഇത് കേട്ട് നിങ്ങളുടെ അഭിവൃദ്ധി എന്താണ്, നിങ്ങൾക്കിത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളത് ഓരോരുത്തരും പറയണം. ഇതിപ്പോൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എത്ര ആൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭാഗവത ഭക്തദാസ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഭക്തി പ്രസ്ഥാനം കൊണ്ട് നമ്മുടെ സമൂഹം നന്നാവണം. ഇതിൽ ഇന്നൊരു വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം സഹോദരന് ഇത് വായിക്കാം, ഒരു ക്രിസ്ത്യൻ സഹോദരന് ഇത് വായിക്കാം, സ്ത്രീകൾക്ക് വായിക്കാം. വായിച്ച് പഠിക്കണം. ഇത് ഇന്നവർക്കെന്ന് പറഞ്ഞില്ല. മനുഷ്യർക്ക് ആർക്ക് നിതാന്തമായിട്ടുള്ള സൗകുമാര്യം അനുഭവിക്കണം, ശാന്തത അനുഭവിക്കണം. ഒരു കൂട്ടം ആൾക്കാരുടെ മാത്രമല്ല, എല്ലാവർക്കും യൂണിവേഴ്സൽ ട്രൂത്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ. നിങ്ങൾ ഓരോരുത്തർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.